നാം ഇന്ന് ആണ്ടുവട്ടത്തിലെ 13ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പിശാചിന്റെ അസൂയ നിമിത്തമാണ് മരണം ലോകത്തിലേക്ക് വന്നതെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഇന്ന് 1ാമത്തെ വായനയിൽ പറഞ്ഞു വെക്കുന്നു. സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു: കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2ാമത്തെ ലേഖനത്തിൽ നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ദരിദ്രരുടെ കുറവ് നികത്തണമെന്ന് 2ാമത്തെ വായനയിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. സുവിശേഷത്തിലേക്ക് കടന്നു വന്നാൽ വളരെ നീണ്ടൊരു സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത്. 2 അത്ഭുതങ്ങളാണ് അതിൽ പ്രധാനമായി പറഞ്ഞു വെക്കുന്നത്. ഒന്നാമതായി, 12 വർഷമായി രക്തസ്രാവം നിമിത്തം വളരെയധികം വേദനകളും കഷ്ടപ്പാടും അനുഭവിച്ച ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതത്തെക്കുറിച്ചും, സിനഗോഗ് അധികാരിയായ ജായിറൂസ് തന്റെ കൊച്ചുമകൾക്ക് വേണ്ടി യേശുവിന്റെ അടുക്കൽ വന്ന് അവളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നതും. ഇന്നത്തെ സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ ജായിറൂസിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവന്റെ ഭവനത്തിലേക്ക് യാത്രയാകുന്ന യേശു പോകുന്ന വഴിക്ക് അവനെ കാണുവാനും അവനെക്കുറിച്ച് കേട്ട് അറിഞ്ഞ വ്യക്തികൾ തിക്കിത്തിരക്കി അവന് ചുറ്റും കൂടുമ്പോൾ ആ ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന് 12 വർഷമായി രക്തസ്രാവം നിമിത്തം വേദന അനുഭവിക്കുന്ന ആ മകൾ യേശുവിന്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിക്കുന്നു. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. കേൾവിയിലൂടെയുള്ള വിശ്വാസം, ധൈര്യത്തോടു കൂടിയുള്ള സ്പർശനം, തനിക്ക് ലഭിച്ച സൗഖ്യം മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യത്തോടു കൂടിയുള്ള തുറന്നു പറച്ചിൽ. ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു: നീ എന്താണ് ഈ ചോദിക്കുന്നത്? എന്നാൽ അവൻ സൂക്ഷിച്ചു നോക്കി സൗഖ്യം ലഭിച്ചവൾ ഈശോയുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു. സിനഗോഗ് അധികാരിയുടെ വീട്ടിലേക്ക് യാത്രയാകുമ്പോൾ ജായിറൂസിന്റെ വീട്ടിൽ നിന്നും ചിലർ വന്നു പറയുന്നു: അവൾ മരിച്ചു, നീ എന്തിനെ ഗുരുവിനെ വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കുന്നു? എന്നാൽ ഈശോ പറയുന്നു: വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവർ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള എല്ലാവരെയും പുറത്താക്കി തന്നോട് കൂടെയുള്ള ശിഷ്യന്മാരെയും മാതാപിതാക്കന്മാരെയും മാത്രം കൂട്ടിക്കൊണ്ട് ബാലിക കിടന്നിരുന്ന മുറിയിലേക്ക് ചെല്ലുകയും അരമായി ഭാഷയിൽ തലീത്താക്കും, ബാലിക എഴുന്നേൽക്കൂ എന്ന് പറയുകയും അവൾ എഴുന്നേറ്റിരിക്കുകയും അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവരോട് ആജ്ഞാപിക്കുകയും ചെയ്തു. വിശ്വസിക്കുക, ധൈര്യമായിരിക്കുക, ഈശോ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെയും ആവശ്യങ്ങൾ ഈശോയുടെ അടുക്കൽ കൂടുതൽ ധൈര്യത്തോടു കൂടി ലഭിക്കുമെന്ന വിശ്വാസത്തോടു കൂടി അർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു.